അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. നമ്മൾ ഇതിലൂടെ നിങ്ങളെ മരണവാർത്തകളാണ് അറിയിക്കാറ്. നമുക്ക് ലഭിക്കുന്ന ഓരോ മരണവാർത്തയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. പക്ഷേ ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. അത് മക്കളുടേത് കൂടിയാകുമ്പോൾ നമ്മൾ തന്നെ തളർന്നു പോവുകയാണ്. സംഭവിക്കരുതേ എന്ന് നമ്മൾ എന്നും ദുആ ചെയ്യാറാണ്. മക്കളുടെ മരണമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്റ്റക്കായി പോവുകയാണ് നമ്മൾ. ഇതുപോലുള്ള മരണവാർത്തകളിലൂടെ മരണപ്പെട്ട കുടുംബത്തിന്റെ വേദനകളിലൂടെയാണ് നമ്മൾ കടന്നു ചെല്ലാറ്. ആ കുടുംബത്തിന്റെ വേദനയിലാണ് ഞാനും നിങ്ങളും പങ്കുചേരാറ്. ഏറെ വേദനയോടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ 2 മക്കളുടെ മരണമാണ്. ആ മാതാപിതാക്കളെ എന്ത് പറഞ്ഞാണ് നമ്മൾ ആശ്വസിപ്പിക്കുക? അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസം ലഭിക്കുക? മക്കൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്. പക്ഷെ ഇവിടെ മരിച്ച് ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. അവനെ നൊന്ത് പ്രസവിച്ച അവൻ്റെ പെറ്റുമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. സഹിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. മക്കൾ മരണപ്പെട്ട വേദന താങ്ങാൻ കഴിയാതെ ഇന്ന് ഓരോ മാതാപിതാക്കളും പടച്ചറബിനെ ഭയന്ന് മരിച്ച് ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെ വരെ നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും നമ്മോടൊപ്പം കിടന്നുറങ്ങിയ നമ്മുടെ പൊന്നുമക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളൊരു സത്യം അവരെങ്ങനെ ഉൾക്കൊള്ളും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് മഴക്കെടുതിയിലാണുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മക്കൾക്ക് സ്കൂൾ അവധി തന്നിരിക്കുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കാനാണ്. അതുകൊണ്ട് മക്കളെ പുറത്തു വിടരുത്. മഴക്കെടുതിയിൽ ഓരോ മരണങ്ങളിങ്ങനെ കൂടിക്കൂടി വരികയാണ്. വീടുകളിൽ വെള്ളം കയറി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ നെട്ടം തിരിയുകയാണ്. അതിനിടയിലാണ് ഈ 2 മക്കളുടെ മരണം. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഈ ഒരു 4 വയസ്സുകാരൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മോനെന്താണ് സംഭവിച്ചത്? നമ്മുടെയൊക്കെ പറമ്പുകൾ നിറഞ്ഞൊഴുകുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മക്കളെ ശ്രദ്ധിക്കണം, പുറത്തു വിടരുതെന്ന്. മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കലാഗ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാകരുത് നമ്മുടെ മക്കളുടെ മരണം. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഏറെ സന്തോഷത്തോടെ മഴയും വെള്ളവും കണ്ട് ആ തോട്ടിൻ്റെ കരയിലൂടെ നടക്കുകയായിരുന്നു ആ പൊന്നുമോന്. അതിനിടയിൽ അബദ്ധത്തിൽ ആ പൊന്നുമോന് ആ തോട്ടിലേക്ക് വീണു പോവുകയാണ്. കാണാതായ കുട്ടിയെ ആ മാതാപിതാക്കൾ ഒരുപാട് അന്വേഷിച്ചു. കുട്ടി ആ തോട്ടിലെ ഒരു ഇടുങ്ങിയ ഓവുചാലിലൂടെ ഒഴുകി പോവുകയായിരുന്നു അത്രേ. അങ്ങനെ അവിടെയുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിൽ ആ പൊന്നുമോനെ വളരെ ദൂരത്ത് നിന്നും ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് കണ്ട് നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടത് കൊണ്ടോട്ടി നീറാട്ട് തോട്ടിലാണ്. മരണപ്പെട്ടിരിക്കുന്നത് നെടിയിരുപ്പ് മേലെപ്പറമ്പ് കണ്ണപ്പത്തോടി ഹമീദ് നദീറ ദമ്പതികളുടെ 4 വയസ്സുകാരനായ ആദം ഐമനാണ്. തോട്ടിൻ്റെ കരയിലൂടെ വെള്ളവും മഴയും കണ്ട് ചിരിച്ച് കളിച്ച് നടന്നു പോകുന്ന പൊന്നുമോന് അബദ്ധത്തിൽ വീണുപോയതാണ്. ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പടച്ചറബ്ബ് മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പൊന്നുമോനാണ്. എങ്ങനെ മറക്കാനാണ് ഈ പൊന്നു മക്കളുടെ മുഖം? ഇന്ന് ഓരോ മാതാപിതാക്കളും മരിച്ച് ജീവിക്കുകയാണ്, അതും പടച്ചറബിനെ ഭയന്ന്. ചില മാതാപിതാക്കളുടെതൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. നമ്മൾ അവരെ കണ്ടതാണ്, ഓരോ മാതാപിതാക്കളെയും, മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളെയും അവരുടെ മനസ്സ് നമ്മൾ തൊട്ടറിഞ്ഞതാണ്. അവരെ നമ്മൾ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? വെള്ളിയാഴ്ചകളിൽ ഖബറിൻ്റെ കരയിൽ വന്ന് പൊട്ടിക്കരയുകയാണ് അവർ. മക്കളുടെ ഖബറിനരികിൽ വന്ന് കുശലങ്ങൾ പറയുന്ന ബാപ്പമാരെ കണ്ട് നമ്മുടെ ഇടനെഞ്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. ഈ ഒരു മോന് മരണപ്പെട്ടിരിക്കുന്നത് വീട്ടുമുറ്റത്തെ വെള്ളക്കെട്ടിൽ വീണാണ്. സംഭവം നടന്നിരിക്കുന്നത് കാപ്പാട് കണ്ണങ്കടവ് പടിഞ്ഞാറെ മൂസക്കണ്ടിയിൽ നൗഷാദിൻ്റെ മകൻ മാഹിൻ ഇർഷാദ്. 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നലെ ശനിയാഴ്ച കോഴിക്കോട് ജില്ലയാകെ തുടരെ ശക്തമായ മഴയായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ ശക്തമായ മഴ കാരണം സമീപത്തെ റോഡിൽ നിന്നും എത്തിയ വെള്ളം ഇവരുടെ വീട്ടുമുറ്റത്ത് കെട്ടിക്കിടക്കുകയായിരുന്നു. ചെറിയ മക്കളല്ലേ, വെള്ളം കാണുമ്പോൾ അവർക്ക് ആവേശമാണ്. ആ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ ആ പൊന്നുമോന് വീഴുകയായിരുന്നു. യാ അല്ലാഹ്. ഉടനെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന്
ആ പൊന്നുമോനെ രക്ഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത സമീപത്തെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് ആ പൊന്നുമോന്റെ ഗുരുതരാവസ്ഥയെ തുടർന്ന് ഉള്ളിയേറിയിലെ മലബാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പൊന്നുമോന് ശ്വാസം കിട്ടാതെ അവിടെ വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച രാത്രി 10 മണിയോടെ ആ പൊന്നുമോന് മരണപ്പെടുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. എല്ലാവരും ദ്വാ ചെയ്യണം, പ്രത്യേകിച്ച് മക്കൾ മരണപ്പെട്ട ഈ മാതാപിതാക്കൾക്ക് വേണ്ടി. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ട 2 പൊന്നു മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മുത്ത് ഹബീബിൻ്റെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും അവസ്ഥ നമുക്കറിയാവുന്നതാണ് റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബേ. അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ റബ്ബേ. അവരെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നു മക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.